ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതൊരു നിർബന്ധിതമല്ല വന്ദേമാതരം ആലപിക്കുന്നത്, പക്ഷേ അവഹേളിക്കരുത് എന്നതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതാണ് ശരി. കാര്യം മുസ്ലിം മതവിശ്വാസികൾക്ക്, ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് ഒരു ശക്തമായ ഏകദൈവ വിശ്വാസ സമ്പ്രദായമുണ്ട്. എന്നിട്ട് മുസ്ലിങ്ങൾ ഇത് പാടുന്നെങ്കിൽ അത് അവരുടെ നല്ല മനസ്സും അവരുടെ അക്കോമഡേഷനുമാണ്. ഭയങ്കരം തന്നെ. മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ സമവായം എടുത്തു. ആ സമവായം എന്താ? നമുക്ക് ആദ്യം 2 പാരഗ്രാഫ് പാടാം. അത് മറ്റൊരു സഹോദരന് അവരുടെ ദൈവവിശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ശ്രീ മുഹമ്മദ് അമീറിനെ എണീച്ചു നിൽക്കുന്നതിന് എന്തെങ്കിലും വിരോധം ഉണ്ടാവുമെന്ന്. യഥാർത്ഥത്തിൽ ഇത്തരം വിവാദങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതും കൂടെയാണ്. അതായത് യഥാർത്ഥത്തിൽ ഒന്ന് തിരിഞ്ഞാലോചിച്ചാൽ വന്ദേമാതരം നമ്മുടെ നാടിന്റെ, നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ നന്മകളിലൊന്നാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മുടെ നാടിനെ, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എല്ലാം ഏറ്റവും ആവേശഭരിതമാക്കിയ ഒരു സോങ് ചില മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിന് ശരിയല്ലാത്ത രീതിയിൽ ബാധിക്കുമെന്ന ഒരു ചിന്ത വരും. അത് ഞാൻ സത്യസന്ധമായി തുറന്നു പറയാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. നമ്മുടെ മുസ്ലിം മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസപ്രകാരം വളരെ പവിത്രമായി അവർ കാണുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിനുള്ള വിശ്വാസം, ഷിർക്ക് പോലുള്ള സങ്കല്പങ്ങൾ, അവരുടെ മോണോതീസം, ഏകദൈവ വിശ്വാസം. നമ്മൾ ഹിന്ദുക്കൾ അങ്ങനെയല്ല. അതായത് സത്യം ഒന്നാണ്, പക്ഷെ ദൈവങ്ങളിലൂടെ റെപ്രസെന്റ് ചെയ്യാം എന്ന വിശ്വാസം ഉള്ളവരാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് മറ്റൊരു ചിന്താ പദ്ധതിയാണ്. നമ്മൾ അതിനെയും ബഹുമാനിച്ചു പോകുന്ന രാജ്യമാണ്. മഞ്ജുഷും ഞാനും ജനിച്ചു വളർന്നു വന്നപ്പോ നമ്മളെ വീണ്ടും വന്ദേമാതരം പാടിച്ചത് അല്ലാഹ് റഖാർ റഹ്മാൻ എന്ന AR റഹ്മാനാണ്. എന്ത് പ്രഹസനമാണ് സജി. ഇപ്പൊ ഇവിടെ ഒരു ഇൻസൾട്ടിങ് എന്നുള്ള നിലക്ക് ഇപ്പൊ ഇൻസൾട്ടിങ് ആണ് പ്രശ്നം. എന്നിട്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ കൃത്യമായിട്ട് ആയത്തുണ്ട്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ. ഇതൊരു മതേതര സമൂഹത്തിന്റെ പ്രശ്നം തന്നെയാണ്. ബേജാറാക്കുന്ന വർത്താനം പറയല്ലേ അപ്പക്കുട്ട. പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ പറഞ്ഞിരിക്കുന്നതല്ല. ഇതൊരു മതേതര വിഷയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കൾ മറ്റു മതവിഭാഗങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ചരിത്രപരമായി നമ്മുടെ മുന്നിലുള്ള വസ്തുത ഇതൊരു മതപ്രശ്നം മാത്രമാണ് എന്നാണ്. അത് മതപ്രശ്നം എന്ന രീതിയിലത്തേക്ക് മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാർ എല്ലാവരും പോലും ഉന്നയിച്ചിട്ടില്ല. അതിൽ ഇത്ര ചിരിക്കാനൊന്നുമില്ല. അവൻ പറഞ്ഞ ഉത്തരം ശരിയാ. അത് ഉന്നയിച്ചിരിക്കുന്നത് പോലും അതിലെ ഒരു സബ്സെക്ട് എന്ന് പറയാവുന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പഴയ ജിന്നയുടെ മുസ്ലിം ലീഗ് മാത്രമാണ്. ചരിത്രം നമ്മൾ നോക്കിയാൽ ഈ പാട്ടിനോട് എതിർപ്പുണ്ടായിരുന്ന, ഇതിനെ ഇഷ്ടമല്ലാതിരുന്ന 2 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് ബ്രിട്ടീഷുകാര്, ഒന്ന് ഈ പറയുന്ന മുസ്ലിം ലീഗുകാര്. ഇതെങ്ങനെ മനസ്സിലായി? It's called common sense. അപ്പൊ കാണാം. See you. Bye.